മരണമടഞ്ഞ് പ്രിയപ്പെട്ടവർ ശുദ്ധീകരണ സ്ഥലത്ത് നിന്നും സ്വർഗത്തിലേക്ക് പ്രവേശിച്ചുവെന്ന് എങ്ങനെ അറിയും? ഭൂമിയിലുള്ളവർക്ക് അത് അറിയാനുള്ള പ്രത്യേക വഴികളൊന്നും ഉള്ളതായി സഭ നമ്മെ പഠിപ്പിക്കുന്നില്ല. മറിച്ച് ശുദ്ധീകരണ ആത്മാക്കൾ സ്വർഗത്തിലെത്തി കഴിയുമ്പോൾ അവർ സ്വർഗത്തിൽ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുകയും നമുക്ക് പ്രത്യേകമായി ദൈവാനുഗ്രഹം ലഭിച്ചു തുടങ്ങുകയും ചെയ്യും എന്നാണ് വിശുദ്ധർ നമ്മെ പഠിപ്പിക്കുന്നതും ഇതിനൊരു തെളിവായിട്ടാണ് നാം അത് മനസ്സിലാക്കേണ്ടതും. ഈ ചോദ്യത്തിന്റെ പിന്നിലുള്ള ഉദ്ദേശം ഇതാണ്: നമ്മൾ എത്ര കാലം ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം? അവിടെ നിന്ന് അവർ കയറിപ്പോയോ ഇല്ലയോ എന്നുള്ളത് എപ്രകാരമാണ് അറിയുക? മരിച്ചുപോയ എല്ലാ ആത്മാക്കളും സഭ ഔദ്യോഗികമായി വിശുദ്ധർ എന്ന് പ്രഖ്യാപിക്കുന്നത് വരെയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പല ശുദ്ധീകരണ ആത്മാക്കളും അതിനു മുമ്പേ സ്വർഗത്തിൽ എത്തിയിട്ടുണ്ടാകും. ഔദ്യോഗികമായി സഭ പ്രഖ്യാപിക്കാത്ത വിശുദ്ധാത്മാക്കളും സ്വർഗത്തിലുണ്ട് എന്ന് തന്നെയാണ് തിരുസഭയുടെ പഠനവും. പിൽക്കാല തലമുറയ്ക്ക് അവരുടെ ജീവിതം മാതൃകാപരമാണെന്ന് സ്വർഗം വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവരെ മാത്രമേ ഔദ്യോഗികമായി സഭ വിശുദ്ധരായി പ്രഖ്യാപിക്കുകയുള്ളൂ. മരിച്ചുപോയവരും വിശുദ്ധീകരണ സ്ഥലത്തുള്ളവരും സ്വർഗത്തിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ പ്രാർത്ഥന വെറുതെയാകില്ലേ എന്ന് ചോദിച്ചാൽ ഇല്ല. കാരണം നാം നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നാം നടത്തുന്നത് കേവലം വ്യക്തിപരമായ പ്രാർത്ഥനയല്ല. ഈ ഭൂമിയിലെ സമരസഭ ശുദ്ധീകരണ സ്ഥലത്തിലെ സഹന സഭയ്ക്കു വേണ്ടി നടത്തുന്ന മധ്യസ്ഥ പ്രാർത്ഥനയാണിത്. അതുകൊണ്ട് തന്നെ ശുദ്ധീകരണ സ്ഥലത്തിലെ എല്ലാ ആത്മാക്കൾക്കും നമ്മുടെ പ്രാർത്ഥനയുടെ ഗുണം ലഭിക്കുന്നുണ്ട്. അതിനാൽ നമ്മുടെ ജീവിതാന്ത്യം വരെയും മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ തുടരുന്നത് ഏറ്റവും അനുഗ്രഹപ്രദമാണ്. ഇതിലൂടെ പ്രാർത്ഥിക്കുന്ന വ്യക്തിയുടെയും വിശുദ്ധീകരണം സാധ്യമാകുന്നു എന്നുകൂടി തിരിച്ചറിയണം.